എനിക്ക് സിനിമയാണ് അല്ലെങ്കിൽ എഴുത്താണ് എൻ്റെ ഭ്രാന്തെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ റിസ്ക് കൂടുതലല്ലേ? റിസ്ക് ഉണ്ടായിരുന്നു. ഉം, പക്ഷെ നമ്മളെ കൂടെയുള്ള മനുഷ്യരൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഉം. ആ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുള്ളൂ എന്ന് അറിയുന്നത് കൊണ്ടും ഇറങ്ങി തിരിച്ചാണ്. ഇറങ്ങി തിരിച്ചപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? സിനിമയിലേക്ക് എത്താൻ, അതായത് ഉം, നമുക്കൊരു പ്രൊഡക്ഷൻ സെറ്റ് ആവാൻ, ആർട്ടിസ്റ്റുകൾ സെറ്റ് ആവാൻ നമ്മൾ ഉം, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഉം. ഒരുപാട് ഇൻസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ രശ്മിയെ ഒരുപക്ഷെ ആർക്കും അറിയത്തില്ല. ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഉൾഗ്രാമത്തിൽ ജനിച്ച് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഒരുപാട് പേരോട് അവസരം ചോദിക്കുമ്പോഴും ഇങ്ങനെ ഒരു പെണ്ണ് കേസ് എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത് എങ്ങനെയായിരുന്നു? എൻ്റെ സുഹൃത്തായിട്ടുള്ള ഫെബിനാണ് ഇതിൻ്റെ സംവിധായകൻ. ഉം, ഫെബിനും ഞാനും കൂടെ, അതായത് ഫെബിൻ്റെ സ്റ്റോറിയാണ് ബേസിക്കലി. ഓക്കെ. ഫെബിനാണ് ഒരു വാർത്ത കണ്ടിട്ട് നമ്മൾ സംസാരിച്ചതാണ്. നമുക്കിങ്ങനെ ഒരു സിനിമ, ഉം, ഇതിനൊരു സിനിമാ സാധ്യതയുണ്ട്. അതായത് ഒരു വിവാഹ തട്ടിപ്പിൽ ഒരു സ്ത്രീ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ ഉം, സ്ത്രീനെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ശരിക്കും പറഞ്ഞാൽ കല്യാണ മണ്ഡപത്തിൽ നിന്ന് അവരെ നാട്ടുകാർ ഓടിച്ചിട്ടിട്ട് പിടിച്ചതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം ഉണ്ടായി. ഉം, അവർക്കൊരു കഥ ഉണ്ടാവുമല്ലോ ഉം, എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ആ സ്ക്രിപ്റ്റ് തുടങ്ങുന്നത്. ഉം. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന അഭിജിത്ത്, സരിൻ, ഫെബിൻ, പൊന്നമ്പിളി, അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്. ഓക്കെ. നമ്മളെല്ലാവരും കൂടെ ഉം, ഒരുമിച്ച് ആലോചിച്ചു. അങ്ങനെ നമ്മളൊരു സ്ക്രിപ്റ്റ് തുടങ്ങുകയാണ്. ഉം. ആക്ച്വലി എൻ്റെ വയനാട്ടിലുള്ള നിർവാരത്തുള്ള എൻ്റെ വീട്ടിലിരുന്നിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആ, ചെയ്യുന്നത്. അടിപൊളി. ആ. അത് ഞാനും ഫെബിനും അഭിതേട്ടനും ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഞങ്ങൾ ഉം. ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്.